ഹലോ, ഇന്നത്തെ വീഡിയോ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കാദ്യം വേണ്ടത് ഉലുവയാണ്. ഉലുവ നമുക്ക് തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഉലുവ നമുക്ക് പല രീതിയിൽ തലയിടാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് ഇന്നത്തെ. ആകെ 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. ഈ പാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന 2 ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ചിലവൊന്നും വരുന്നില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പാക്കാണിത്. ഇവിടെ ഉലുവ ഞാൻ തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ച് റെഡിയാക്കിയതാണ്. ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്. ഫസ്റ്റ് നമുക്ക് കറ്റാർവാഴ എടുക്കാം. ഈ പാക്കിന് ആവശ്യമായി വേണ്ടത് കറ്റാർവാഴയുടെ ജെല്ലാണ്. അത് മാത്രം നമുക്ക് മതി. കറ്റാർവാഴ ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മളിത് പറിച്ച് വെക്കണം. കറ്റാർവാഴയിലൊരു കറയുണ്ട്, അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ പറിച്ച് വെക്കണമെന്ന് പറയുന്നത്. ആ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കറ കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ. ഇവിടെ ഞാൻ കറയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ജെല്ല് എടുക്കാൻ പറ്റുന്നതാണ്. തലയോട്ടിയിലെ എണ്ണമയം നിയന്ത്രിക്കാനും മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകാനും കറ്റാർവാഴ മികച്ചതാണ്. മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മികച്ച ഘടകമാണ് കറ്റാർവാഴ. കാരണം ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അതിൻ്റെ സ്റ്റിക്കി രൂപഘടനയും മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ എൻസൈമുകളെ പ്രദാനം ചെയ്യുന്നു. പുറത്തുനിന്നും കറ്റാർവാഴ ജെൽ വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെടി നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് ഉപയോഗിക്കുന്നതാണ്. മുടി നല്ലതുപോലെ വളരാനും മുടിയുടെ തിളക്കം നിലനിർത്താനും സഹായിക്കുന്ന നാടൻ വഴികളിൽ ഒന്നാണ് കറ്റാർവാഴ. വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ചേരുവകളിൽ പ്രധാനപ്പെട്ടതാണ് കറ്റാർവാഴ. ഇത് മുടിയുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നു. മുടിക്കും സൗന്ദര്യത്തിനുമെല്ലാം ഒരുപോലെ സഹായിക്കുന്ന ചെടിയാണ് കറ്റാർവാഴ. കറ്റാർവാഴ പതിവായി ഉപയോഗിക്കുന്നത് മുടിക്ക് കരുത്ത് പകരുകയും മുടി പൊട്ടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. വരണ്ട തലയോട്ടി ഉള്ളവർക്കും മുടികൊഴിച്ചിലുള്ളവർക്കും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു പരിഹാരമാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്, ഒരു കൊഴുപ്പ് പരുവത്തിൽ. ഇനി നമുക്ക് ഉലുവ തയ്യാറാക്കാം. തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉലുവയാണിത്. ഇത് നമുക്ക് മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞെരടി എടുത്താൽ മതി. ഇവിടെ നമുക്കിതിൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി. വെള്ളത്തിൽ കിടന്ന് നന്നായി കുതിർന്നുകൊണ്ട് തന്നെ കൈകൊണ്ട് ഞെരടി എടുക്കാൻ എളുപ്പമാണ്. വെള്ളം മാത്രം നമുക്ക് കിട്ടും. നമുക്ക് ഈ പാക്ക് ധൈര്യമായിട്ട് തലയിലിടാം. ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്കാണിത്. കൈകൊണ്ട് ഇങ്ങനെ ഞെരടുമ്പോൾ നമുക്ക് വെള്ളം മാത്രമായിട്ട് കിട്ടും. ഇനി നമുക്കതിൻ്റെ വേസ്റ്റ് എല്ലാം പെറുക്കിക്കളയാം. വെള്ളം മാത്രം നമുക്കിതിന് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റാർവാഴയിലോട്ട് നമ്മൾ ഉലുവയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മുടിക്ക് എത്രയാണ് ആവശ്യം ആ രീതിയിൽ നമുക്കിത് മിക്സ് ആക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണിത്. ഈ പാക്ക് ഉപയോഗിക്കുന്നത് വഴി മുടിയെ ശക്തിപ്പെടുത്താനും നല്ല ആരോഗ്യത്തോടെ മുടി വളരാനും സഹായിക്കുന്നു. നിരവധി പോഷകങ്ങൾ അടങ്ങിയ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർവാഴയും ഉലുവയും. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ തലയിൽ എന്ത് പാക്ക് ഉപയോഗിച്ചാലും അതിന് മുമ്പായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ പാക്കുകൾ ഉപയോഗിക്കാൻ. അതുപോലെ ഇവ വരണ്ട മുടിയെ മിനുസമുള്ളതാക്കുന്നു. വൈറ്റമിനുകളുടെ ഉറവിടമായ ഇത് മുടി വളരാൻ മാത്രമല്ല മുടിക്ക് തിളക്കം നൽകാനും മൃദുത്വം നൽകാനുമെല്ലാം സഹായിക്കുന്ന ഒന്നാണ്. നല്ലൊരു ഹെയർ സ്പാ ആയിട്ടും കറ്റാർവാഴ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കറ്റാർവാഴയും ഉലുവയും ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് ലഭിക്കാൻ സഹായിക്കുന്നു. കറ്റാർവാഴ പോലെ തന്നെ ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ മുടിയുടെ വേരിനെ ശക്തിപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ആരോഗ്യമുള്ള പുതിയ മുടിയിഴകൾ വളരാനും സഹായിക്കുന്ന ഒന്നാണ്.
ഓക്കെ, കറ്റാർ വാഴയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോട്ടീനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് താരൻ അകറ്റാൻ സഹായിക്കുന്നു. മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് കറ്റാർ വാഴയും അതുപോലെ ഉലുവയും. ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓയിൽ അപ്ലൈ ചെയ്തു. ഇനി നമുക്കിത് തലയിലോട്ട് തേച്ച് കൊടുക്കാം. കറ്റാർവാഴ ആയതുകൊണ്ട് തന്നെ ഇതൊരു ജെല്ല് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് വേണം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാൻ. തലയോട്ടിയിലും മുടിയിലും എല്ലാം എത്തുന്ന രീതിയിൽ വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ. എല്ലായിടത്തും എത്തണം. ഉലുവയും കറ്റാർവാഴയും നമ്മുടെ മുടിയെ മൃദുവും മിനുസവും ഉള്ളതാക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഉലുവയ്ക്ക് മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ 2 ഇൻഗ്രീഡിയൻറ്റിലും താരൻ കുറയ്ക്കാനും തലയോട്ടി വൃത്തിയായും ആരോഗ്യത്തോടെ നിലനിർത്താനും കഴിയുന്ന ഗുണങ്ങളുണ്ട്. കറ്റാർവാഴ ഉപയോഗിക്കുന്നത് വഴി മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ലഭിക്കുന്നു. അതുപോലെ മുടി കൊഴിച്ചിൽ തടയാൻ ബെസ്റ്റാണ് കറ്റാർവാഴയും ഉലുവയും. ഉലുവയിലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരനുള്ള ഫലപ്രദമായ പ്രതിവിധിയാണ്. അതുപോലെ തന്നെ മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താനും പൊട്ടൽ, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ സമൃദ്ധമായ ഉറവിടമാണ് ഉലുവ. ഇവ മുടിയെ കരുത്തുള്ളതാക്കാൻ മികച്ചതാണ്. ഈ ഒരു പാക്ക് ആഴ്ചയിൽ 2 തവണയെങ്കിലും ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ഓരോ മുടിയുടെയും മാറ്റി നമ്മൾ ഈ പാക്ക് തേച്ച് കൊടുക്കണം. എന്നാലേ മുടിയിൽ എല്ലായിടത്തും ഈ ഒരു പാക്ക് എത്തുള്ളൂ. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ഹെയർ വാഷ് ചെയ്ത് കാണിക്കുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടും. താങ്ക് യു.